മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നെഹ്റു യുവകേന്ദ്ര വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്ര വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമീപകാലത്ത് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംബന്ധിച്ചുള്ള നേരിട്ടുള്ള പഠനത്തിന് ഇടുക്കി ജില്ലയിലെ വനംവകുപ്പുമായി സഹകരിച്ച ജില്ലയിലെ പൈനാവ്, ചെറുതോണി, വെള്ളാപ്പാറ മേഖലകൾ കേന്ദ്രീകരിച്ച് പഠന പരിപാടിയും ശില്പശാലയും സംഘടിപ്പിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് ദീപക് പൂജാര, സംസ്ഥാന ചെയർമാനായ അഡ്വക്കേറ്റ് ജെയിൻ ജോർജ് തുടങ്ങിയവർ ശില്പശാലയിലും വനത്തിലേക്കും ഇടുക്കി ജലാശയ മേഖലയിലും വനപാലകർക്കൊപ്പം നടത്തിയ പഠനയാത്രയ്ക്കും നേതൃത്വം നൽകി. നെഹ്റുവിയൻ എക്കോ സമ്മിറ്റ് എന്ന പേരിൽ സംഘടിപ്പിച്ച പഠന പരിപാടിയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു പള്ളിപ്പറമ്പിൽ, അസ്മാബി മലപ്പുറം, അഡ്വക്കേറ്റ് ജെയിൻ ജോർജ്, വിപിൻ പള്ളുരുത്തി, ദീപക് പൂജാര എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന വനംവകുപ്പ് അധികാരികൾക്ക് സമർപ്പിച്ചു. ഒത്തിരിയേറെ കാര്യങ്ങൾ സ്വയം മനസ്സുകൊണ്ട് രൂപപ്പെടുത്തി ഭാഗപ്പെടുത്തി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. ആ ചിന്തയിലൂടെ വളർന്നു വന്ന വിഷയങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവായി ഇമ്പാക്റ്റ് ഉണ്ടാകും. പക്ഷേ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സസ്റ്റൈനബിളാണ്, അത് നിലനിൽക്കും. അവിടെ ഈ കൂടിക്കാഴ്ചയിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള നല്ല ആനന്ദം വെച്ചിരുന്ന പ്രത്യേകമായി ഒരു ജോലി അനുഭവിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ ആശംസകൾ കാരണമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.